എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കന്നി 20 പെരുന്നാളിൻ്റെ തലേദിവസത്തെ പ്രോഗ്രാമായിട്ടുള്ള കന്നി 19 കാൽനട തീർത്ഥയാത്രയിലാണ് കേട്ടോ. കുറേ പേർക്കൊക്കെ ഈ പെരുന്നാളിനെ കുറിച്ച് അറിയാം കേട്ടോ. എന്നാലും നമ്മുടെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. ഒട്ടുമിക്ക പേർക്ക് അറിയാവുന്നതാണ്, ഒക്ടോബർ മാസം 2, 3, 4 തീയതികളിലാണ് പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയുടെ ശ്രാദ്ധ പെരുന്നാൾ അഥവാ ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ കൊണ്ടാടുന്നത്. പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവ കബറടങ്ങിയിരിക്കുന്നത് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലാണ്. പരിശുദ്ധ ബാവയുടെ 339ാമത്തെ ഓർമ്മ പെരുന്നാളിന് കാൽനടയായിട്ട് അവരവരുടെ ഇടവപ്പള്ളിയിൽ നിന്ന് കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വിശ്വാസികളാണത്. നമ്മൾ നടന്നു തുടങ്ങിയത് ചേലാട് ബസാനിയ വലിയ പള്ളിയിൽ നിന്നാണ്. ഇന്ന് നടന്നു പോകുമ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് നേർച്ച കാഴ്ചകളായിട്ട് ഒരുപാട് പേര് ഇതുപോലെ വെള്ളവും അല്ലെങ്കിൽ ഓറഞ്ചോ അതൊക്കെ ഐറ്റംസൊക്കെ നമുക്ക് തരും. നമ്മൾ നടന്ന് ആദ്യം വലിയ പള്ളിയുടെ താഴെയാണ് എത്തിയത്. വലിയ പള്ളിയുടെ താഴെ എല്ലാ കൊല്ലം ഞങ്ങൾ ഇരിക്കാറുള്ളൊരു സ്പോട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് നേരെ പള്ളിയിലേക്ക് പോകുന്നത്. വൈകുന്നേരം ഒരു 3 മണിക്ക് നടന്നു തുടങ്ങിയതായതുകൊണ്ട് 3 മണിക്ക് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല വെയിലാണ്. അപ്പോൾ ആ വെയിലത്താണ് നടന്നു തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ക്ഷീണിതരാണ്, ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വെല്ലുവിളിയുടെ താഴെ സ്റ്റെപ്പിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ തവണത്തെ പെരുന്നാളിന് അനേകം റൈഡുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഓരോ റൈഡ് വെച്ചാൽ നിൽക്കുമല്ലോ, 2 ആകാശഞ്ഞാൽ 2 വഞ്ചിയൊക്കെ ഉണ്ട്. ഇപ്പം നിരവധി അനേക റൈഡുകൾ. ഇപ്പം എല്ലാവരും കാൽനടയായിട്ട് വന്നുകൊണ്ടാണ് ഈ സമയത്ത് തിരക്കില്ലാത്തത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തിരക്കാണ് ഇവിടെയൊക്കെ. നമ്മൾ വെല്ലുവിളിയുടെ താഴെ കുറച്ച് നേരം ഇരുന്നില്ല, അതിനുശേഷം നേരെ വെല്ലുവിളിയിലേക്കാണ് കയറി വന്നത്. വെല്ലുവിളിയിൽ മുകളിൽ ഹാളുണ്ട് ലെഫ്റ്റ് സൈഡിൽ, അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും മുകളിലേക്ക് കയറി വന്നത്. ഇപ്പോൾ വെല്ലുവിളിയിൽ വലിയ തിരക്കില്ല, കാരണം എല്ലാവരും കാൽനടയായിട്ട് നേരെ ചെറിയപള്ളിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നോക്കി കാണാൻ നല്ല രീതിയിൽ തിരക്കാണ് ചെറിയപള്ളിയിലെ മുറ്റത്തുള്ളത്. ഇപ്പോൾ ചെറിയപള്ളിയിൽ നല്ല തിരക്കാണ്, മുറ്റത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽനടയായിട്ട് വരുന്ന വിശ്വാസികൾ നേരെ ചെറിയ പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ ബാവയുടെ കബറിങ്ങൾ നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. നമ്മളപ്പോൾ ആ സമയത്ത് നമുക്ക് വെല്ലുവിളിയിൽ തിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം വെല്ലുവിളിയിൽ പ്രാർത്ഥിച്ചിട്ട് നേരെ ചെറുപള്ളിയിലേക്ക് പോകാമെന്ന് ഓർത്തു. ചെറുപള്ളിയിൽ അപ്പോൾ ഇച്ചിരി തിരക്ക് കുറയുള്ളൂ. വെല്ലുവിളിയുടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഹാളുണ്ട്. ഹാളിൽ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ നല്ല തിരക്കും ആൾക്കാർ താഴെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുപള്ളിയിൽ നിന്ന് നേരെ ആൾക്കാർ നേർച്ച ഇട്ടിട്ട് നേരെ വെല്ലുവിളിയിലേക്കാണ് കയറി വരുന്നത്. അതുകൊണ്ട് വെല്ലുവിളിയിലും തിരക്ക് ഇങ്ങനെ കൂടി വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേനും നേർച്ചക്കഞ്ഞി കഴിക്കാറാകുമ്പോഴത്തേനും നമുക്ക് താഴേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. ഓൾറെഡി നേർച്ചക്കഞ്ഞി കൊടുത്ത് തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് തിരക്കൊക്കെ കുറഞ്ഞിട്ട് പോകാമെന്നുള്ള രീതിയിൽ കുറച്ചധികം നേരം നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. താഴെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ദാ വരുന്ന വെല്ലുവിളിയിലേക്ക് ആൾക്കാർ വരുന്നതാണ്. ചെറിയ പള്ളിയിൽ നേർച്ചയിട്ടതിന് ശേഷം ആളുകൾ എല്ലാവരും വെല്ലുവിളിയിലേക്ക് വരും. അപ്പോൾ വലിയ പള്ളിയിൽ നല്ല തിരക്കാണ്. ഈ വരുന്ന ആളുകൾ താഴത്തെ ആ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെ ക്രൗഡഡാണ്. ചെറിയ പള്ളിയായാലും വലിയ പള്ളിയായാലും കോതമംഗലംകാരുടെ മുഴുവൻ പെരുന്നാളാണ് ഈ പറയുന്ന മാർത്തോമൻ ചെറിയ പള്ളിയിലുള്ള കന്നി 20 പെരുന്നാളെന്ന് പറയുന്നത്. ആയതിനാൽ ജാതി മത ഭേദമന്യേ അനേകായിരം വിശ്വാസികളാണ് പരിശുദ്ധ ബാവയുടെ ഖബർ വണങ്ങുവാനും പരിശുദ്ധ ബാവയോട് പ്രാർത്ഥന യാചിക്കുവാനും വേണ്ടി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്.
മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ഈ തവണ ചെറിയ പള്ളിയിലും വലിയ പള്ളിയിലും ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് അത് കണ്ടുകൊണ്ട് നിൽക്കുവാനും അത് കാണുവാനും വേണ്ടിയിട്ട് പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഒക്ടോബർ മാസം 13-ാം തീയതി വരെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉള്ള സമയം വരെ പെട്ടിക്കടയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് ആ സമയത്തൊക്കെ നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ വലിയ പള്ളിയിൽ നേരെ ചെറിയ പള്ളി കയറിയില്ല. ചെറിയ പള്ളിയുടെ മുറ്റത്തേക്കൂടെ നേരെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കഞ്ഞി കുടിക്കുന്നിടത്ത് നല്ല തിരക്കാണ്. പ്രദക്ഷിണം തുടങ്ങാറായതുകൊണ്ട് എല്ലാവരും കഞ്ഞി കുടിച്ചിട്ട് നേരെ പ്രദക്ഷിണത്തിന് പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. പള്ളിപ്പെരുന്നാളിൽ നല്ല രീതിയിൽ ക്രൗഡഡാലോ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈമിൽ ഈ പറയുന്ന പോലെ ആംബുലൻസ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. 1, 2, 3 ആംബുലൻസുകൾ അല്ലാതെ കൂടുതൽ ആംബുലൻസുകൾ ഫുൾ ടൈം ഇവിടെ റെഡിയാണ് എമർജൻസി സർവീസിന് വേണ്ടിയിട്ട്. വോളണ്ടിയേഴ്സ്, കുടുംബ യൂണിറ്റ് പ്രവർത്തകർ ശ്രദ്ധിക്കുക. കൗണ്ടറുകൾക്കുള്ളിൽ നിൽക്കുന്ന ആളുകളെ, കൗണ്ടറുകൾക്കുള്ളിൽ നേർച്ചക്കഞ്ഞി കഴിക്കുന്ന ആളുകളെ ദയവ് ചെയ്ത് അവിടെ നിന്നും മാറ്റേണ്ടതാണ്. എന്നെ കാണിച്ചില്ലല്ലോ. നമ്മൾ കഞ്ഞി കുടിച്ചതിന് ശേഷം നേരെ നമ്മുടെ മാർബേസിൽ കൺവെൻഷൻ സെന്ററിലായിട്ട് വന്നിരുന്നത്. പ്രദക്ഷിണം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയമുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് പള്ളിപ്പെരുന്നാളിൽ വരുന്ന എല്ലാവരും തന്നെ ഓരോ ഭാഗത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതാ വെല്ലുവിളി കാണുന്ന വെടിക്കെട്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദക്ഷിണം ഇറങ്ങി വെല്ലുവിളി കയറിയപ്പോൾ അവിടെ പൊട്ടുന്ന വെടിക്കെട്ടാണത്. ആ പ്രദക്ഷിണം നേരെ വെല്ലുവള്ളിയിൽ നിന്ന് നേരെ താഴത്തെ പുത്തമ്പള്ളി ചെന്ന് മലയും കീഴിലെ കുരിശ് ചുറ്റി നേരെ ബസേലിയസ് ഹോസ്പിറ്റൽ വഴി നേരെ തിരിച്ച് നമ്മുടെ പള്ളിയിലേക്ക് തന്നെ എത്തിച്ചേരും.
തൊട്ട് നല്ലൊരു കുരിശില്ലേ അവിടെ അതിൻ്റെ നല്ലൊരു മറ്റേ ഈ വളം എറണാകുളമല്ല ഇത് അതുകൊണ്ട് പ്രദക്ഷിണം ഇറങ്ങി കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേർച്ചയിടാൻ വന്നത്. കാരണം ഈ സമയത്ത് തിരക്ക് കുറവായിരിക്കും, ആയതിനാൽ ഈ സമയത്ത് ഒരുപാട് പേര് നേർച്ചയിടാൻ വരുന്നുണ്ട്, പ്രദക്ഷിണത്തിന് പോവാത്തവർ. അപ്പോൾ ഈ സമയത്ത് നേർച്ചയിടാൻ വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും തിരക്കുണ്ടാവില്ല. അറിയാൻ പാടില്ലാത്തവർക്കായിട്ടാണ് ഈ പറയുന്നത്. ഇതാണ് നമ്മുടെ പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയുടെ കബറിടം. 339 വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളിയിൽ കാലം ചെയ്ത പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയുടെ കബറിടമാണിത്. കുറേ സമയത്തിന് ശേഷം പ്രദക്ഷിണത്തിന്റെ മുൻഭാഗം പള്ളിയിൽ തിരിച്ചെത്തി. പ്രദക്ഷിണത്തിന് ഫ്രണ്ടിലായിട്ട് വികാരിയും സഹവികാരിയും കമ്മിറ്റിക്കാരും ബാക്കി ആൾക്കാരും ഉണ്ട്.
പ്രദക്ഷിണം കയറിയാൽ ഉടനെ നല്ല കിടിലം വെടിക്കെട്ടാട്ടോ നടക്കാനുള്ളത്. വെടിക്കെട്ടിൻ്റെ എല്ലാ തയ്യാറെടുപ്പും തുടങ്ങി. ഇതാ വെടിക്കെട്ടിലേക്ക് തിരി കൊളുത്തുവാണ്.